ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ കേരള പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും 1 സ്കോർ വീതമാണ്. ഒന്നാമത്തേത്, വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷയെ. മാണിക്യ വീണയിലേതാണ്. ചന്ദനാമോദം കലർന്ന ഭാഷ എന്ന പ്രയോഗം നൽകുന്ന സൂചനയെന്ത്? മലയാള ഭാഷയുടെ സൗന്ദര്യം, ചന്ദനത്തിൻ്റെ സൗന്ദര്യം, മലയാള ഭാഷയിലെ സാഹിത്യ സമ്പത്ത്, ചന്ദന നിറമുള്ള ഭാഷ. ഏതാണ്? മലയാള ഭാഷയുടെ സൗന്ദര്യമാണ്. ഓക്കെ. രണ്ടാമത്തേത്, ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ടെനിക്കിന്നൻ പൊത്തിലെത്ര നാളായി ഞാൻ ചുരുണ്ടു കിടക്കുന്നു. പെരുന്തച്ഛനിലേതാണ്. ഈ വരികളിൽ തെളിയുന്ന പെരുന്തച്ഛൻ്റെ അവസ്ഥ എന്ത്? മടി പിടിച്ച് വീട്ടിലിരിക്കുന്നു, ശാരീരികവും മാനസികവുമായി തളർന്നു കിടക്കുന്നു, സ്വന്തം സുഖം മാത്രം പരിഗണിക്കുന്നു, ഏകാന്തതയിലാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് കണ്ടെത്തുന്നു. എന്താണ്? ശാരീരികവും മാനസികവുമായി തകർന്നു കിടക്കുന്നതാണ്. ശരിയായി പിരിച്ചെഴുതിയത് ഏത്? തുമ്പക്കുടം, തുമ്പകുടം. വിണ്ടലം, വിൺതലം. തിരുവാതിര, തിരു ആതിര. നീലക്കാർ, നീലക്കാർ. അവിടെ ഏതാണ്? തിരു ആതിര എന്നുള്ള മൂന്നാമത്തേതാണ് ശരിയായിട്ടുള്ളത്. 4, സാധുവാം കൃഷകനെന്നു നൽകുവാൻ പാകൃതംബ സാമോദം സംഭരിച്ച രത്നങ്ങൾ നിറച്ചതാ ഇരുമ്പ് പെട്ടികളും പത്തായങ്ങളുമേറ്റാം കവിതയോട് എന്ന്. ഇവിടെ രത്നങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? സ്വർണത്തെ, പൂക്കളത്തെ, നെല്ലിനെ, പണത്തെ. എന്തിനെയാണ്? നെല്ലിനെയാണ്. ഓക്കെ. വെള്ളക്കടലാസിരുന്നു മുഷിയുന്നു, പേനക്കോട്ടുവായിടുന്നു, കളിയച്ചൻ ജനിക്കുന്നു എന്നതിലേതാണ് ഈ വാക്യങ്ങളുടെ ആശയത്തിന് ഏറ്റവും ഉചിതമായത് ഏത്? കവി കവിത എഴുതിക്കഴിഞ്ഞു, കടലാസിനും പേനക്കും കവിത ഇഷ്ടപ്പെട്ടില്ല, കവി കവിത എഴുതാൻ താല്പര്യമില്ല, കവിക്ക് കവിത എഴുതാൻ കഴിയാത്തതിൻ്റെ നിരാശ. ഏതാണ്? കവി കവിത എഴുതാൻ കഴിയാത്തതിൻ്റെ നിരാശയാണ്. ഓക്കെ. ഇനി അടുത്തത് 6, 6 അങ്കലവാഴ്ചയും യുദ്ധക്കെടുതിയും ആകയൻ ഗ്രാമൻ തകർത്തിരുന്നു. വേദമാണ്. ഈ വരികളിൽ തെളിയുന്ന സാമൂഹിക ജീവിതാവസ്ഥകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് കൂട്ടുകാരെ? സാമ്രാജ്യത്വ ശക്തികൾക്ക് കീഴിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന സാമൂഹികാവസ്ഥയും ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി നേരിട്ട പട്ടിണിയും ദുരിതവുമൊക്കെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്നുകൂടെ പറയാം. സാമ്രാജ്യത്വ ശക്തികൾക്ക് കീഴിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന സാമൂഹികാവസ്ഥ, ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായി നേരിട്ട പട്ടിണിയും ദുരിതങ്ങളും. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. സ്വർണം വിളയുന്ന കിഴക്കേദിക്ക്, ചെങ്കതിർമാല കൊഴിയുന്ന ഉദയ സൂര്യപ്രഭ, കളിയച്ചൻ ജനിക്കുന്നു. ഈ വാക്യത്തിലെ വർണ്ണനാ ഭംഗി വ്യക്തമാക്കുക. ഇവിടെ സൂര്യോദയ സമയത്തെ ആകാശത്തിൻ്റെ ഭംഗിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉദയസൂര്യൻ്റെ ചെങ്കതിർമാല സമ്മാനിക്കുന്ന മനോഹാരിതയും. ഏതാണ് രണ്ടെണ്ണം? ഒന്ന് സൂര്യൻ്റെ സമയത്തെ ആകാശത്തിൻ്റെ ഭംഗി, സൂര്യോദയ സമയത്തെ. മറ്റൊന്ന് ഉദയസൂര്യൻ്റെ ചെങ്കതിർമാല സമ്മാനിക്കുന്ന മനോഹാരിത. 8ാമത്തേത്, എന്നാലും അമ്മേ നിന്നെ കണ്ടീല, നീ എങ്ങാവോ നിന്നുണ്ണി ആരോനിക്ക് കൈവിട്ടു മാറുകയോ. കവിതയോട് എന്നുള്ളതാണ്. കവി ഇവിടെ സങ്കടപ്പെടുന്നത് എന്തുകൊണ്ടാവാം? 2 നിരീക്ഷണങ്ങൾ കുറിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രകൃതിയാകുന്ന അമ്മയെ അന്വേഷിക്കുകയാണ് കവി. അമ്മയുടെ മന്ദസ്മിതം മാത്രമേ കവിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന കാര്യം. ഇനി അടുത്തത് 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 9ാമത്തേത്, കരച്ചിൽ വടുകെട്ടിയ മുഖം, തേവി തേവി വറ്റിപ്പോയ കിണർ, പിഞ്ഞിക്കീറിയ പേഴ്സ്. അമ്മമ്മ എന്ന കഥയിലേതാണ്. സൂചനകളും പാഠഭാഗവും പരിഗണിച്ച് അമ്മമ്മയുടെ ജീവിതാവസ്ഥ വ്യക്തമാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുകയാണ് ഇവിടെ വേണ്ടത്. കേരള പാഠാവലിയാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. പ്രതിസന്ധി നിറഞ്ഞ അമ്മയുടെ ജീവിതവും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്നതുമൊക്കെയാണ് ഈ വരികളിലൂടെ കാണുന്നത്. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ നേർക്കാഴ്ചകൾ അവരുടെ ശരീരത്തിലും വേഷത്തിലും പ്രകടമായിരുന്നു. പേരക്കുട്ടികൾക്ക് വേണ്ടി തുന്നിയ പേഴ്സിൽ നാണയത്തുട്ടുകളുമായി വരുന്ന അമ്മമ്മയെയും കണ്ണുനീർ വറ്റിപ്പോയ നിസ്സഹായാവസ്ഥയുള്ള അവരുടെ അവസ്ഥയെയും നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നു. അന്നത്തെ സാമൂഹിക അവസ്ഥയെയും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് 10ാമത്തേതാണ്. ശാസ്ത്രമെന്നിയ ധർമ്മസങ്കരം നടത്തുന്നോൻ,
പുസ്തകമെന്നെ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ എൻ്റെ ഗുരുനാഥനാണ്. കവിയുടെ ഈ നിരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കവിതകൾ എന്താണ് പറയുന്നത്, ഈ നിരീക്ഷണങ്ങൾ എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ആയുധമില്ലാതെയാണ് ഗാന്ധിജി ധർമ്മയുദ്ധം നയിച്ചത്. അഹിംസ എന്ന ആശയമായിരുന്നു ഗാന്ധിജിയുടെ ആയുധം. നിരാഹാരം, നിസ്സഹകരണം, മൗനവ്രതം എന്നീ സമരമുറകളിലൂടെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ജീവിതങ്ങൾക്ക് അപ്പുറത്തെ ജീവിതപാഠം പഠിപ്പിച്ചു. എളിമയും ത്യാഗവും ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയാൽ മതി. അടുത്തത് 11 ആത്മാഭിമാനവും ആത്മവിശ്വാസവും തിരിച്ചു തരുന്നതിലൂടെ എനിക്കവൻ എൻ്റെ ജീവിതം തന്നെയാണ് കൃഷ്ണ തിരിച്ചു തന്നത്. നിങ്ങളെല്ലാം ഇന്ന് കാണുന്ന ഈ ജീവിതം സുയോധനൻ എന്നെനിക്ക് ദാനമായി നൽകിയ ജീവിതമാണ്. ധർമ്മിഷ്ഠനായ രാധേയൻ. പാഠസന്ദർഭം വിശകലനം ചെയ്ത് കർണനും സുയോധനനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ സുയോധനനല്ല ദുര്യോധനനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് മിസ്റ്റേക്കിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? എല്ലാവരും അപമാനിക്കപ്പെട്ട കർണനെ പുതിയ ജീവിതവും കൂട്ടു നൽകിയത് ദുര്യോധനനാണ്. ആപത്ത് ഘട്ടത്തിൽ ദുര്യോധനനെ കൈവടിയാൻ കർണൻ തയ്യാറായില്ല. കർണന് ആത്മാഭിമാനം പകർന്നു നൽകിയത് ദുര്യോധനനാണ്. പാണ്ഡവർ തൻ്റെ സഹോദരനാണെന്ന് അറിഞ്ഞിട്ടും മരണം ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും ദുര്യോധനനെ പിന്തുണക്കുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അടുത്തത് 12 പശ്ചിമ തടാകത്തിലിറങ്ങി സ്നാനം ചെയ്തു. ചെമ്പെട്ടു തകർക്കുന്ന ദീപവും കയ്യിലേന്തി പ്രാർത്ഥനയ്ക്കായി ചെല്ലും സന്ധ്യയാം പെൺകൊടി കവിതയോടെ വരികൾ വിശകലനം ചെയ്ത് കാവ്യഭംഗി വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് കൂട്ടുകാരെ പറയുന്നത്? പശ്ചിമ തടാകത്തിൽ ഇറങ്ങി സ്നാനം ചെയ്യുന്ന അസ്തമയ സൂര്യൻ സന്ധ്യാവന്ദനത്തിന് വിളക്കുമായി വരുന്ന പെൺകുട്ടിയോട് സാദൃശ്യപ്പെടുത്തുന്നു. പടിഞ്ഞാറൻ തടാകത്തിൽ കുളിച്ച് ചുവന്ന പട്ടെടുത്ത് അർക്കദീപവും കയ്യിലേന്തി വരുന്ന സന്ധ്യയാകുന്ന പെൺകൊടി അസ്തമയ സമയത്തെ ആകാശത്തിൻ്റെ ഭംഗി മനുഷ്യഭാവം നൽകി അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഒന്നും കൂടെ പറയാം. പശ്ചിമ തടാകത്തിൽ ഇറങ്ങി സ്നാനം ചെയ്യുന്ന അസ്തമയ സൂര്യനും സന്ധ്യാവന്ദനത്തിന് വിളക്കുമായി വരുന്ന പെൺകുട്ടിയോട് സാദൃശ്യപ്പെടുത്തുന്നു. പടിഞ്ഞാറൻ തടാകത്തിൽ കുളിച്ച് ചുവന്ന പട്ടെടുത്ത് അർക്കദീപവും കയ്യിലേന്തി വരുന്ന സന്ധ്യയാകുന്ന പെൺകൊടി അസ്തമയ സമയത്തെ ആകാശത്തിൻ്റെ ഭംഗി മനുഷ്യഭാവം നൽകി അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അടുത്തത് 11 ഭാരത പുഴവക്ക് നീലരാത്രി വൈരപ്പൊടി ചിതറിയ ആകാശം ദൂരെ മങ്ങിയ മലനിര പുഴയുടെ ഏകാന്ത ശാന്ത സംഗീതം കാണുന്നതെല്ലാം കവിതയാക്കുന്ന കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. ഈ പ്രസ്താവന ആത്മകഥാഭാഗവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രകൃതിയെ സ്നേഹിച്ചു നടന്ന കവി പ്രകൃതിയുടെ രമണീയ ഭാവങ്ങളെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു. കവിയുടെ കാൽപ്പാടുകളിലെ ആലങ്കാരിക പ്രയോഗങ്ങളും ഇതിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഭാരതപ്പുഴയുടെ സൗന്ദര്യത്തെ മതിമറന്ന് ആവിഷ്കരിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. ഭാരതപ്പുഴയുടെ ഓരോ ഭാഗങ്ങളിലെയും ഭംഗിയെയും ഒഴുക്കിനെയും വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് 14 എൻ കരം തോറ്റാൽ എന്താണെന്നന്മകൾ ജയിക്കുമ്പോൾ എൻ കണ്ണിലുണ്ണികേലും പുകളല്ലേ കൊച്ചനെ സ്തുതിക്കുമ്പോൾ എൻമുഖം മങ്ങിപ്പോലും തച്ചനായാലും ഞാനൊരച്ഛനല്ലാതായി പോമോ പെരുന്തച്ഛൻ. സമൂഹത്തിൻ്റെ അപവാദ പ്രചരണങ്ങൾക്ക് ഇരയായിത്തീരുന്ന മനുഷ്യരുടെ ആത്മസംഘർഷങ്ങളാണ് പെരുന്തച്ഛൻ്റെ ചോദ്യങ്ങളിലുള്ളത്. ഈ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അപവാദ പ്രചരണങ്ങളെ മറികടക്കുക ദുഷ്കരമാണ്. പെരുന്തച്ഛൻ്റെ ആത്മസംഘർഷങ്ങൾ അവിടെ കാണാൻ കഴിയുന്നു. തനിക്ക് മീതെ തൻ്റെ മകൻ ഉയരണമെന്നതാണ് ഓരോ പിതാക്കളും ആഗ്രഹിക്കുക. മക്കളുടെ ഉയർച്ചയിൽ അഭിമാനിക്കാത്ത അച്ഛന്മാർ ഉണ്ടാവില്ല. തച്ചൻ എന്നതിലപ്പുറം ഞാനൊരു അച്ഛൻ കൂടിയാണെന്ന് പെരുന്തച്ഛൻ ഇവിടെ പറയുന്നുണ്ട്. മക്കളെ ഉയരത്തിലെത്തിക്കണമെന്നും തന്നേക്കാൾ എല്ലാം എത്തിപ്പിടിക്കണം എന്നുമുള്ള ആഗ്രഹമാണ് എല്ലാ അച്ഛനമ്മമാർക്കും. അപ്പോൾ അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. അടുത്തത് 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ രണ്ടെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനും പറയുന്നുണ്ട്. 15ാമത്തെ ചോദ്യം കേരളത്തു മൊഴിയെന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം മാണിക്യ വീണയിലേതാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാൽ പർത്തിനു പെറ്റമ്മ തെൻ ഭാഷ താൻ എൻ്റെ ഭാഷ എന്നതാണ്. ഓരോ മനുഷ്യനും അമ്മയോളം പ്രിയപ്പെട്ടതാണ് മാതൃഭാഷ. വരികളും പ്രസ്താവനകളും വിശകലനം ചെയ്ത് മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ. അപ്പോൾ ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഉപന്യാസം കണ്ടിട്ട് അപ്പോൾ കൂട്ടുകാർ ഉപന്യാസം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഉപന്യാസം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നല്ലൊരു കുറിപ്പ് എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു തരാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. അമ്മയും ഭാഷയും ഒന്നാണ്. മാതൃഭാഷയെ പെറ്റമ്മയുടെ സ്ഥാനമാണ് വള്ളത്തോൾ ചാർത്തുന്നത്. അമ്മിഞ്ഞ പാലിനൊപ്പം ആണ് മാതൃഭാഷ പകർന്നു കിട്ടുന്നത്. മാനസിക വികാസത്തിൽ മാതൃഭാഷയുടെ പങ്ക് വളരെ വലുതാണ്. നാം എവിടെയൊക്കെ ആയിരുന്നാലും മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളതാണ്. നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും മനസ്സിലാക്കാനും അത് പ്രകടിപ്പിക്കാനും ഏറ്റവും കൂടുതൽ സാധ്യമാകുന്നത് മാതൃഭാഷയിലൂടെയാണ്. ഭാഷ നേരിടുന്ന വെല്ലുവിളികളെ എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ള ഭാഷകൾ കേവലം ജോലികൾക്ക് മാത്രം മാതൃഭാഷയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ള ഭാഷകളെ മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. ഈ രണ്ട് കവിതാവലികളിലും മാതൃഭാഷയുടെ മഹത്വവും പ്രാധാന്യവുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി 16-ാമത്തേത്, താനെന്നും ഇന്നും കലാസപര്യക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ്. ആശാൻ കിരീടം തൊട്ട് വന്ദിച്ചു, നമസ്കരിച്ചു. എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞിരുന്നു. അരങ്ങൊഴിയുന്നതിന് മുമ്പായുള്ള അവസാനത്തെ വേഷം, അതുകൊണ്ട് അരങ്ങു തകർക്കുന്ന കളിയാവും. കീർത്തിമുദ്ര. ആശാൻ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? കഥയിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരുടെ പേര് നിങ്ങൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഇവിടെ ആശാൻ എന്നത് തലക്കെട്ടായിട്ട് കൊടുക്കുക. കലയോടുള്ള ആത്മാർത്ഥതവും തൊഴിലിനപ്പുറവും കലയോടുള്ള സ്നേഹവും ആയിരുന്നു ആശാനെ നയിച്ചത്. അരങ്ങത്ത് നിന്ന് വിടവാങ്ങുന്നതോടെ താൻ ഇല്ലാതായി തീരുമെന്ന് വിശ്വസിച്ചു. നല്ല കലാകാരൻ എന്ന നിലയിൽ മാത്രം അറിയപ്പെടാൻ ആഗ്രഹിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഒരു കലാകാരൻ എന്ന നിലയിൽ ഏതു വേഷവും സ്വീകരിക്കാൻ തയ്യാറായി. അഭിനയം കൊണ്ട് ജനമനസ്സിൽ ഇടം നേടിയ കലാകാരൻ. കലാരംഗത്ത് നിന്ന് പിന്മാറുന്നത് ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിച്ചില്ല. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഓരോ വേഷത്തിലും ജീവസുറ്റത ഉണ്ടായിരുന്നു. കാണുന്നവർക്ക് തോന്നാറുണ്ടായിരുന്നു. അത്രയും നല്ല രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ അവതരണവും. മാത്രമല്ല കലയോടുള്ള അടങ്ങാത്ത ആഗ്രഹവും ഇഷ്ടവും അയാളിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഇങ്ങനെയായിരിക്കണം നിങ്ങൾ അയാളെ കുറിച്ചിട്ടൊരു കഥാപാത്ര നിരൂപണം എഴുതേണ്ടത്. 17-ാമത്തെ ചോദ്യം, ആശയം, ആസ്വാദനാംശങ്ങൾ എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനാണ്. ഇവിടെ വയലാ രാമവർമ്മയുടെ ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആസ്വാദനം നമ്മൾ ഇതിന് എഴുതുന്നില്ല, ഇതായിരിക്കില്ല നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആസ്വാദനം എഴുതുമ്പോൾ ശീർഷകം കൊടുക്കണം, കവിയെക്കുറിച്ച് പറയണം, അതിലെ ആശയങ്ങൾ, ഭംഗി എന്നതിനെക്കുറിച്ച് പറയണം, അക്ഷരപ്രാസങ്ങളുടെ മനോഹാരിതയെക്കുറിച്ച് പറയണം. അതുപോലെ ഇവിടെ മുത്തശ്ശിയെക്കുറിച്ചാണ്. അപ്പോൾ മുത്തശ്ശിയുടെ സവിശേഷതകളും ആ ഒരു ആസ്വാദനക്കുറിപ്പിൽ പറയണം. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.